എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനീഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷു ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനീഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Swords, Four of Swords, Judgment energy, King of Cups, Four of Pentacles, Two of Pentacles. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റീഡിംഗ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനർജീസ് കിങ് എനർജി ഫസ്റ്റ് റോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഫസ്റ്റ് കോളം. അതേപോലെ തന്നെ 4 എനർജീസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് 2 of Pentacles എനർജി. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടും നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ കിങ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു പൊസിഷൻ, ആഗ്രഹിച്ച ലെവലിൽ എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ജോലി സംബന്ധമായിട്ട്. വളരെ ഉയർന്ന പൊസിഷൻ, ഹൈ റാങ്കിങ് ഒഫീഷ്യൽ, ഇപ്പോൾ മിലിറ്ററി, ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് പോലുള്ള ഒരു പൊസിഷനുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ധൈര്യവും ഒത്തിരി ആ ഒരു പൊസിഷന്, ആ ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു മേലധികാരി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു വളരെയധികം അഭിമാനം തോന്നുന്ന തരത്തിലും ഒത്തിരി രാജ്യസ്നേഹം അല്ലെങ്കിൽ ആ ഒരു വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥാനക്കയറ്റം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജറിയൽ ഹയർ പൊസിഷൻ, ഇപ്പോൾ ഒരു ഓഫീസ് വർക്ക് ആണ് എങ്കിൽ അതുപോലെയുള്ള ഒരു ഉയർന്ന പൊസിഷൻ, ഒരു അതോറിറ്റി പൊസിഷനിൽ നിങ്ങളെ സംബന്ധിച്ച് സാധ്യത സൂചിപ്പിക്കുന്നു. ഏത് മേഖലകൾ, ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മിലിറ്ററി, എയർഫോഴ്സ്, ആ ഒരു പവറിൻ്റെ അതോറിറ്റി കാണിക്കാൻ പറ്റുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ നിങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ഒരാളാണെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ളതിൽ നിന്ന് ഉയർന്നൊരു സ്ഥാനത്തേക്ക് വലിയൊരു പൊസിഷനിലേക്ക് കയറാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ, അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ അതെനിക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലൊന്നും മാറി നിൽക്കാതിരിക്കുക. നിങ്ങൾക്കുള്ള സമയമാണിത്, അതിനെ പറ്റിയ സമയമാണ്, അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ സർക്കാർ ജോലി കാര്യങ്ങൾ രാജിവെച്ചിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ മാറുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ജോലി, നല്ലൊരു ജോലി നാട്ടിലുള്ള ഒരാൾ ചിലപ്പോൾ ആ ജോലി രാജിവെച്ചിട്ട് വിദേശത്തേക്ക് കയറി പോകുന്ന ഒരു സിറ്റുവേഷനും ആവാം സൂചിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു എനർജിയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവ്യമാകുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു സാമ്പത്തിക കാര്യത്തിലാണെങ്കിൽ വളരെയധികം സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന സമയമാണ്. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ളൊരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്തിയെന്ന് അടുത്തിടെയായിട്ട് എപ്പോഴും ചിലവാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടാവും ഓൾറെഡി, പക്ഷേ എന്നിരുന്നാലും കയ്യിലേക്ക് വരുന്നതൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ നഷ്ടങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടങ്ങൾ എങ്ങനെ അത് നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വരവുകൾ ഉണ്ടെങ്കിൽ പോലും ചിലവായി പോകുന്നതിൻ്റെ കൈയും കണക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏതെങ്കിലും വഴിയൊക്കെ ചിലവുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം കയ്യിൽ പണം നിൽക്കുന്നു, വരവും ചിലവും ഉണ്ടെങ്കിൽ കൂടിയും സേവ് ചെയ്യാൻ, കുറച്ചൊക്കെ ഒന്ന് സമ്പാദിക്കാൻ പറ്റുന്ന അവസരം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലോ ഷെയർസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പല തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം, അതായത് മണിയായിട്ട് ബാങ്കിൽ വെറുതെ കിടക്കാതെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു തൃപ്തി, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ ബന്ധങ്ങളിലും ഒരു സ്റ്റെബിലിറ്റി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ കാമായിട്ട്, അതായത് ഒരു സമാധാനവും സ്വസ്ഥവുമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ അപ്പോൾ ആദ്യം വരുന്ന ഒരു അവസരം, നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് വലിയ അവസരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ടും ആദ്യം വരുന്ന അവസരം ചാടിപ്പിടിക്കാൻ നിൽക്കാതിരിക്കുക.
എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുവാണെങ്കിൽ എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ധൃതി പിടിക്കേണ്ട, വെയിറ്റ് ചെയ്യാം. ഇനിയും ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയത് മാത്രം ചൂസ് ചെയ്യാം. ധൃതി പിടിച്ചിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 4 ഓഫ് സോഡ്സ് എനർജി സിറ്റുവേഷനാണ്. ആരോഗ്യപരമായിട്ട് ഒത്തിരി നല്ല ഭേദപ്പെട്ട, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലി, അതായത് അടുത്തിടയ്ക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു മാറ്റമൊന്നും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബാക്ക് പെയിനോ അല്ലെങ്കിൽ മേലെന്തെങ്കിലും വേറെ മറ്റ് ഭാരങ്ങൾ, വളരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ പ്രശ്നങ്ങൾ തോന്നുന്നവരാണെങ്കിൽ അത് റിക്കവർ ചെയ്യുന്ന, അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഡോക്ടർ മാറുന്നുണ്ടാവും, മരുന്ന് മാറുന്നുണ്ടാവും, ചിലപ്പോൾ അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതിയിലൊക്കെ മാറുന്നോ അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ മാറിക്കിട്ടുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മെൻ്റൽ വെൽബീയിങ്, അതായത് മാനസികാരോഗ്യം. അടുത്തിടയ്ക്ക് ഭയങ്കര ആങ്സൈറ്റി, ഭയം, ഉൾഭയമൊക്കെ കൊണ്ടിട്ട് എല്ലാത്തിനും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മാനസികാരോഗ്യം നിങ്ങളുടെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിനൊരു തൃപ്തി വരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നു, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നു ഒക്കെ. ഇപ്പോൾ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ കൂടുതൽ പുതിയ കാര്യങ്ങളിലേക്കും നിങ്ങൾ കൂടുതലായിട്ട് പുതിയ ആളുകളെ പരിചയപ്പെടുന്നു. എന്തെങ്കിലും സംഘടനയുടെ മറ്റ് ഭാഗമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വായനശാല, ലൈബ്രറി അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലബ്ബ്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് എൻഗേജ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ചില ആളുകൾ സ്വന്തം കഴിവുകൾ മനസ്സിലാക്കുന്നുണ്ട്. ആ കഴിവുകൾ മനസ്സിലാക്കുന്നതിലൂടെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് തീരുമാനമാകുന്ന സമയമാണ്. പലതിൻ്റെയും പര്യവസാനവും പുതിയ തുടക്കവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓരോരുത്തരെയും സംബന്ധിച്ച് ഓരോ മേഖലയിലായിരിക്കാം ഇതെന്ന് മാത്രം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങളുടെ ഒരു ലക്ഷ്യം, അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ലക്ഷ്യം അത് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് അത് മാനിഫെസ്റ്റേഷൻ ടൈമാണ്, ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ്, ഇപ്പോൾ എക്സാംസ് ഒക്കെ എഴുതി IELTS കാര്യങ്ങളൊക്കെ എഴുതുന്നവരാണെങ്കിൽ അതിൻ്റെ പുറകെ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, ഇത് വിസ, പെർമിറ്റ്, അതിൻ്റെയൊക്കെ പുറകെയായിട്ട് സമയം പോകുന്നുണ്ട്. അതായത് വിദേശത്തേക്ക് ഈ ഒരു വർഷം നിങ്ങൾ ചിലപ്പോൾ വിദേശത്ത് എത്തുന്നു ഫൈനലി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുള്ള ആളുകൾ നടക്കാതെ പോയിട്ടുള്ളവരാണെങ്കിൽ ഫൈനലി നടക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും കേസ് കാര്യമൊക്കെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഭാഗം ശരിയാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ നിങ്ങളെ അനുകൂലിച്ച് കൊണ്ടിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നു, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സിറ്റുവേഷൻ, ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണല്ലാത്തവരാണെങ്കിൽ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങൾ സംരംഭം തുടങ്ങുന്നുണ്ട്. അപ്പോൾ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ ഫാർമസിയോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബിസിനസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവരും എന്തെങ്കിലും ലീഗലായിട്ടുള്ള നിയമപരമായിട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. സാമ്പത്തിക തടസ്സമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈസൻസോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ലീഗലായിട്ട്, അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമക്കുരുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തതിനു ശേഷം മാത്രം എന്ത് കാര്യമാണെങ്കിലും മുന്നോട്ടേക്ക് പോകാം. നിയമവിരുദ്ധമാണത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒരിക്കലും അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക.
എത്ര ചെറിയ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഈ ഒരു വർഷം മൊത്തത്തിൽ ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.